ഏഷ്യാനെറ്റിന്റെ മൊത്തം വ്യൂവർഷിപ്പിന്റെ 24% സംഭാവന ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരൊറ്റ റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ സിംഗിൾ പ്രൈം ടൈം ഡ്രൈവർ എന്ന സ്ഥാനം ഈ ഒരു ഷോ ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നീ സ്ഥലങ്ങളിലെ ആഗോള മലയാളി സമൂഹത്തിന്റെ ഇടയിൽ ഇതിന്റെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ സീസണൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ പതിപ്പിൽ പ്രവൃത്തി ദിവസങ്ങളിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ 14% വർധനവും വാരാന്ത്യത്തിൽ അത് 23% വർധനവും ഉണ്ടായിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. സർവകാല റെക്കോർഡുകളോടെയാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ ഇത് സ്ട്രീം ചെയ്യുന്നതെന്നും കാണാൻ സാധിക്കും. ബിഗ് ബോസ് തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കാഴ്ചക്കാർ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയായിരിക്കും? ഒരു എന്റർടൈൻമെന്റ് എന്നത് മാത്രമാണോ, അതോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട് ഇതിനകത്ത് ഉണ്ടാവുമോ, അതോ ആളുകൾക്ക് ഇതൊക്കെയാണോ ഇഷ്ടം? അപ്പോൾ കേരളത്തിലെ പ്രേക്ഷകരെ വലിയ തോതിൽ ആകർഷിക്കുന്ന ഒരു പ്രതിഭാസമായി മാറുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോസിനെ പറ്റും, അതിലേക്ക് മനുഷ്യരെ ആകർഷിക്കുന്നതായിട്ടുള്ള ചില മനഃശാസ്ത്രപരമായിട്ടുള്ള തന്ത്രങ്ങളെ പറ്റിയും ഇന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. So let us know more about the most cringe reality show ever in Malayalam television. Big Boss. Big Boss. Big Boss. ക്രിഞ്ച് എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും അറിയാമോ? ടു ഫീൽ എംബാരസ്ഡ് ഓർ അഷെയിംഡ് അബൌട്ട് സംതിങ് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. അതായത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് നമുക്ക് ലജ്ജയോ അസ്വസ്ഥതയോ അല്ലെങ്കിൽ അറപ്പോ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ. ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളെയും ആളുകൾ ക്രിഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ പറയാനായിട്ടുണ്ട്. ഓവർ ആക്ടിങ്, അൺനെസസറി ഡ്രാമ, കൃത്രിമമായിട്ടൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന വഴക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളും, പിന്നെ ഫേക്ക് റൊമാൻസ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിലും ഇതിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിഞ്ച് തന്നെയാണ്. എങ്ങനെയാണ് എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഉദാഹരണ സഹിതം പറഞ്ഞു തരാവുന്നതാണ്. ഗിൽറ്റി പ്ലഷർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക കാര്യം ഇഷ്ടപ്പെടുമ്പോൾ സമൂഹം അതിനെ മോശമായി കാണുമെന്നോ അല്ലെങ്കിൽ അത് തനിക്ക് ചേർന്നതല്ലെന്നോ ഒക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്ത കാരണം ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ വിളിക്കുന്നത്. ആരും അറിയാതെ രഹസ്യമായി ആസ്വദിക്കുന്ന സന്തോഷമെന്നോ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന തോന്നലോട് കൂടി അനുഭവിക്കുന്ന സന്തോഷമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ പറയാൻ മടിയുള്ളതും എന്നാൽ ആസ്വദിക്കുന്നതുമായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്നോ ഒക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ റിയാലിറ്റി ഷോകളിലെ വഴക്കുകൾ പലപ്പോഴും വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതാണ്. മത്സരാർത്ഥികളെ മനഃപൂർവ്വം പിരിമുറുക്കം നിറഞ്ഞതോ അല്ലെങ്കിൽ അസൗകര്യമുള്ളതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് സ്വാഭാവികമായി തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ ഒരു വഴക്കുണ്ടാവുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. ചില മത്സരാർത്ഥികളെയൊക്കെ മനഃപൂർവ്വം വില്ലൻ കഥാപാത്രമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കാറുണ്ട്. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കാറുമുണ്ട്. മറ്റൊരു ടാക്ടിക്സ് എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ സ്വഭാവം മുൻകൂട്ടി പഠിച്ച ശേഷം അവരുടെ ട്രിഗർ പോയിന്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം വഴക്കുണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തി ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ഡ്രാമ ഉണ്ടാക്കുന്നതിനായി മത്സരാർത്ഥികളോട് വഴക്കുണ്ടാക്കാൻ നേരിട്ട് ആവശ്യപ്പെടുന്ന സിറ്റുവേഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴയ അമേരിക്കൻ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ജെറി സ്പ്രിംഗർ ഷോ ഇതിനൊരു വലിയ ഉദാഹരണമായിട്ട് എടുത്ത് പറയാവുന്നതാണ്. പല മണിക്കൂറുകൾ നീണ്ട വീഡിയോകളിൽ നിന്ന് വഴക്കുകളും അതേപോലെ നാടകീയ രംഗങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഫ്രാങ്കൻ ബെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മത്സരാർത്ഥികൾ പറഞ്ഞ വാക്കുകൾ മാറ്റിമറിച്ച് അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പറയുന്നതായി പോലും കാണിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ചുരുക്കത്തിൽ വഴക്കുകൾക്ക് പിന്നിലെ വികാരം ചിലപ്പോൾ യഥാർത്ഥമായിരിക്കാമെങ്കിലും അതിലേക്ക് നയിക്കുന്ന സാഹചര്യം പലപ്പോഴും കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള വിനോദ ഉപാധി മാത്രമാണ് ഇത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ കോമഡി എന്തെന്നാൽ ഇങ്ങനെയുള്ള ഫേക്ക് വഴക്കുകളും ബോഡി ഷെയ്മിങ്ങുകളും അങ്ങനെയുള്ള ക്രിഞ്ച് സീനുകളും ഒക്കെ എടുത്തിട്ട് ഓറ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ആൾക്കാരെ കാണുമ്പോഴാണ്.
അപ്പോൾ ഇതിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇതിന്റെ വ്യൂസ് ഒക്കെ കാണുമ്പോൾ അതിനേക്കാൾ വലിയ ചിരിയാണ് വരുന്നത്. പോട്ടെ, അത് നമ്മുടെ ടോപ്പിക്കല്ല. കാരണം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കാണാനാണ് ഇപ്പോൾ ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്നതാണ് വാസ്തവം. ഇതിനെയാണ് ഡൗൺവേർഡ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് താൻ അത്ര മോശം അവസ്ഥയിലല്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ സഹായിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡൗൺവേർഡ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഷോകൾ കുട്ടികളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളും അതേപോലെ ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുള്ളതാണ്. റിയാലിറ്റി ഷോകൾക്ക് സാധാരണ ജീവിതവുമായി ബന്ധമില്ലെന്ന് തിരിച്ചറിയാനുള്ള പക്വത കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകാറില്ല. അതിനാൽ ഈ ഷോകളിൽ കാണുന്ന നാടകീയമായിട്ടുള്ള വഴക്കുകളും അതേപോലെ പെരുമാറ്റ വൈകല്യങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ സാധാരണമാണ് എന്ന് അവർ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥികൾ വഴക്കിടുന്നതും പരസ്പരം കുറ്റപ്പെടുത്തുന്നതും കാണുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരു ആക്രമണോത്സുക സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. ഈ റിയാലിറ്റി ഷോകൾ രൂപത്തിനും സൗന്ദര്യത്തിനും അമിത പ്രാധാന്യം നൽകുന്നവയാണെന്ന് കാണാൻ സാധിക്കും. ഇത് കുട്ടികളെ അവരിലെ സൗന്ദര്യബോധത്തിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെയൊക്കെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടത് ആരാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് വളർന്നു വരുന്ന ഒരു തലമുറ തന്നെയാണ് എന്നാണ് മറുപടി പറയാനുള്ളത്. രണ്ടുപേർ തമ്മിൽ എപ്പോ വഴക്കുണ്ടാവും, അല്ലെങ്കിൽ അവർ തമ്മിൽ എപ്പോ ഒരു പുതിയ പ്രശ്നം സ്റ്റാർട്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റിയാലിറ്റി ഷോ കാണുന്ന ആളുകളിലേക്ക് ആ റിയാലിറ്റി ഷോ കുത്തിവെക്കുന്ന ചില എക്സ് ഫാക്ടറുകൾ എന്ന് പറയുന്നത്. ഇതാണ് ആന്റിസിപ്പേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ആന്റിസിപ്പേഷൻ എഫക്റ്റ് എന്നൊക്കെ സാധാരണ വിളിക്കാറുള്ളത്. അതായത് സന്തോഷകരമായ സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ നമുക്ക് സന്തോഷവും ആവേശവും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ. ഇതാണ് പോസിറ്റീവ് ആന്റിസിപ്പേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് സന്തോഷവും പ്രചോദനവും നൽകുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ തമാശ എന്തെന്നാൽ ഇത്തരം റിയാലിറ്റി ഷോകളിലൂടെ ലഭിക്കുന്നത് നെഗറ്റീവ് ആന്റിസിപ്പേഷൻ എഫക്റ്റ് ആണ് എന്നുള്ളതാണ്, പോസിറ്റീവ് അല്ല. അതായത് മോശം കാര്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വ്യക്തിക്ക് ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാക്കും. ഇത് പോസിറ്റീവ് ഇഫക്റ്റിനേക്കാൾ കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് റിയാലിറ്റി ഷോകളിൽ കൂടുതലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രംഗങ്ങളും ആക്ടിവിറ്റികളും ഒക്കെ കൂടുതലായി കുത്തിത്തിരികി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാക്റ്റ് തന്നെയാണ്. കാരണം അടുത്ത എപ്പിസോഡിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് കാണാൻ, അതുമല്ലെങ്കിൽ ആരെങ്കിലും പുറത്താകുന്നതൊക്കെ കാണാൻ, അതുമല്ലെങ്കിൽ പുതിയൊരു ക്രിഞ്ച് സീനുകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഉപബോധ മനസ്സ് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ സൈക്കോളജി പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ബോധപൂർവമായ ശ്രമങ്ങളും അതിൽ പങ്കെടുക്കുന്നവർ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ നമ്മളിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ കാണിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രിയും ചില റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥികൾ ഔട്ട് ആകുന്നതിന് തൊട്ട് മുൻപേ ജഡ്ജസ് കുറച്ചു നേരം ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ ഒരു ആന്റിസിപ്പേഷൻ നമ്മുടെ മനസ്സിൽ അവർ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു തിരക്കഥയാണ് ഇതിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇത്തരം റിയാലിറ്റി ഷോകളിൽ ചില പ്രത്യേക രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനി എന്തുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്ത പോലെ വരാനുണ്ട്. ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവല്ലോ, അതാണ് ഈ പറഞ്ഞ കാര്യം. ക്യൂരിയോസിറ്റി എന്നത് നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വെർഷനാണ് മോർബിഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. മോർബിഡ് ക്യൂരിയോസിറ്റി എന്നാൽ മരണം, ആക്രമണം, ദുരന്തങ്ങൾ, മറ്റ് അസുഖകരമായിട്ടുള്ള വിഷയങ്ങൾ എന്നിവയെപ്പറ്റി അറിയാൻ തോന്നിക്കുന്ന അസ്വാഭാവികമായിട്ടുള്ള ഒരു ജിജ്ഞാസയാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയവും അറപ്പും ഒക്കെ ഉണ്ടാക്കും. എങ്കിലും അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചില ആളുകൾക്ക് വലിയ താല്പര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. റിയാലിറ്റി ഷോകൾ പലതും ഇത്തരം മോർബിഡ് ക്യൂരിയോസിറ്റിയാണ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് ഇനി സംഭവിക്കാൻ പോകുന്നത് അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ അറിയാമെങ്കിൽ പോലും അത് കാണാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.
ഇത്തരത്തിലുള്ള ജിജ്ഞാസ ഒരു മാനസിക രോഗമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒരാളുടെ ചിന്തകളെയും മാനസികാവസ്ഥയും ദോഷകരമായിട്ട് ഇത് ബാധിക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാകുന്നു എന്ന് പറയാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ചില ഷോകൾ ഇത്തരം ആക്ടിവിറ്റികൾ മനുഷ്യനിൽ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്ന് ചില പ്രത്യേക പഠനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവ്, ക്രിഞ്ച്, ഇമോഷണൽ സീനുകളൊക്കെ പ്രദർശിപ്പിക്കുമ്പോഴാണ് TPR റേറ്റിംഗ് കൂടുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് റിയാലിറ്റി ഷോകളുടെ എയിം എന്ന് പറയുന്നത്. റിയാലിറ്റി ഷോകളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായി 3 കീ എലമെന്റ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. റിലേറ്റബിലിറ്റി, എസ്കേപ്പിസം, റിവാർഡ് സിസ്റ്റം. അങ്ങനെ 3 കീ ഫാക്ടേഴ്സ് അതിനകത്തുള്ളതായിട്ട് കാണാം. ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ കഥാപാത്രത്തിന്റെ വികാരങ്ങൾ നമ്മുടേതിന് സമാനമാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ആ കഥാപാത്രവുമായി സാദൃശ്യം തോന്നുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിലേറ്റബിലിറ്റി എന്നൊക്കെ സാധാരണ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. റിയാലിറ്റി ഷോകളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിടുന്നത് കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവരുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടാവും. ആ ഒരു പരസ്യത്തിൽ കുടുംബ പ്രശ്നങ്ങളോ ജോലിക്കിടയിലുള്ള തിരക്കുകളോ ഒക്കെ കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ടൊരു കമ്പാരിസൺ ആയിട്ട് അങ്ങനെ തോന്നും. ചുരുക്കത്തിൽ ഈ റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുമായി അല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായി മാനസികമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളും ഈ അവസ്ഥയാണ് നമ്മളിൽ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ രണ്ടാമത് പറഞ്ഞ എസ്കേപ്പിസം. യഥാർത്ഥ ജീവിതത്തിലെ അസുഖകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിരസതയിൽ നിന്നുമൊക്കെ മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടി ഭാവനയിലോ അല്ലെങ്കിൽ വിനോദങ്ങളിലോ മുഴുകുന്ന ഒരു പ്രവണതയാണിത്. തുടർച്ചയായി TV സീരീസുകളും സിനിമകളും ഒക്കെ കാണുന്നത്, അതുമല്ലെങ്കിൽ മണിക്കൂറുകളോളം ഫോണിൽ ഇങ്ങനെ സമയം ചെലവഴിച്ചിരിക്കുന്നതൊക്കെ ഇതിന്റെ കുറെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇത്തരം സമ്മർദ്ദ ഘട്ടങ്ങളെയൊക്കെ വളരെ ചുരുങ്ങിയ ഒരു സമയത്തേക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ ഈ ഒരു പ്രവണത ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഉള്ളൊരു കഴിവ് ഇതിലൂടെ നഷ്ടപ്പെടുന്നതാണെന്ന് നമുക്കൂടി പറയട്ടെ. ഇത് മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും, ബന്ധങ്ങളെയും ജോലികളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് കൂടി മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ ഒരു എസ്കേപ്പിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ താൽക്കാലികമായ ഒരു ഇടവേള എടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇത് അമിതമാകുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനുള്ള ഒരു മാർഗമായി മാത്രം ഇത് മാറുന്നു എന്നൊരു സത്യാവസ്ഥ കൂടി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത് പറഞ്ഞ കാര്യം റിവാർഡ് സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മുടെ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ മത്സരാർത്ഥികളെ സ്വാധീനിക്കാനും പ്രേക്ഷകരെ വലിയ രീതിയിൽ ആകർഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സംവിധാനം എന്ന് പറയുന്നത് വെറും ഒരു സാമ്പത്തിക നേട്ടത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കാം. മറിച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബിഗ് ബോസിന്റെ കാര്യം പറയാം. ഈ ഷോകളിൽ ചില ടാസ്കുകൾ വിജയിക്കുമ്പോൾ ആഡംബര വസ്തുക്കളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കാറുണ്ട്. മറ്റു ചില ടാസ്കുകളിൽ ഒന്നും ലഭിക്കാറില്ല എന്നും കാണാം. ഇത് പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മത്സരാർത്ഥികളെ നിരന്തരം പരിശ്രമിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ്. അടുത്ത ഒരു എപ്പിസോഡിനായിട്ട് പ്രേക്ഷകരെയൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ റിയാലിറ്റി ഷോകളിൽ ഈ റിവാർഡ് സിസ്റ്റം ഒക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അടുത്തതായിട്ട് ആരാണ് ഇതിനകത്ത് നിന്ന് ഔട്ടാവുന്നത് അല്ലെങ്കിൽ ആർക്കാണ് അടുത്തൊരു റിവാർഡ് കിട്ടുന്നത് എന്നറിയാൻ പ്രേക്ഷകരുടെ മനസ്സിലും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പ്രേക്ഷകർക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് പ്രതിഫലം ലഭിക്കുമ്പോൾ വളരെയധികം സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അവർക്കത് നഷ്ടപ്പെടുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള നിരാശയും തോന്നാറുണ്ട്. ഇത് പ്രേക്ഷകരെ വൈകാരികമായി ഷോയുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കും. വോട്ടവകാശം നൽകുന്ന പോലെയുള്ള കാര്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് തീരുമാനമെടുക്കുന്നതിൽ ഒരു പങ്കാളിത്തം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് പ്രേക്ഷകർക്ക് ഷോയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തന്ത്രമായിട്ട് മനസ്സിലാക്കാം. ഇതെല്ലാം ചേരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഇത്തരം ഷോകളുടെ അഡിക്റ്റായി മാറുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് എ സൊല്യൂഷൻ എന്നാണ് മറ്റൊരു പ്രധാന ചോദ്യം. മിക്ക ഷോകളും നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ കണ്ടന്റുകൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ തലച്ചോറ് അത്ര സിമ്പിളായിട്ട് പുനഃക്രമീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ നിരന്തരമായ സ്വാധീനങ്ങളിലൂടെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യാം. നമ്മുടെ ടിവിയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ്. ആകർഷകമായിട്ടുള്ള TV പരിപാടികൾ കാണുന്നത് നമ്മുടെ തലച്ചോറിന്റെ റിഫ്ലക്സ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കാറുണ്ട്.
ഇങ്ങനെ ഉത്തേജിക്കുന്നതിലൂടെ സന്തോഷം നൽകുന്ന ഹോർമോണായിട്ടുള്ള ഡോപ്പമിൻ സെക്രീഷൻ വളരെ വലിയ രീതിയിൽ വരുന്നതായിട്ട് കാണാം. അടുത്ത എപ്പിസോഡ് ഓട്ടോ പ്ലേ ചെയ്യുന്നതിലൂടെ സ്ട്രീമിംഗ് സേവനങ്ങൾ ഈ ആസക്തിയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം. ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ആണെങ്കിൽ പോലും കാഴ്ചക്കാർക്ക് ആ ഒരു കഥാപാത്രവുമായിട്ട് വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകുന്നതും കൂടുതൽ സമയം ആ ഷോ കാണുമ്പോൾ കഥാപാത്രങ്ങളോട് കൂടുതലായിട്ടുള്ള അടുപ്പം തോന്നുന്നതുമൊക്കെ വലിയ പ്രശ്നമായിട്ട് വേണം കണക്കാക്കാൻ. കുട്ടികളും കൗമാരക്കാരും TV ഷോകളുടെ സ്വാധീനത്തിന് വളരെ എളുപ്പം വഴങ്ങുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം അവരുടെ തലച്ചോറ് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അമിതമായ സ്ക്രീൻ ടൈം പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും വൈകാരിക വികാസത്തെ ബാധിക്കുന്നതിനുമൊക്കെ വലിയ സാധ്യതയുള്ള ചില ഘടകങ്ങളാണ്. സ്ക്രീനിൽ അക്രമങ്ങൾ കാണുന്ന കുട്ടികൾക്ക് അക്രമോത്സുകമായ പെരുമാറ്റങ്ങൾ കാണിക്കാനും യാഥാർത്ഥ്യവും ഭാവനയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും വലിയ സാധ്യതയുള്ളതായിട്ട് റീസെന്റ് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ കാണുന്ന പരിപാടികളുടെ ഉള്ളടക്കമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വലിയ ശ്രദ്ധ പുലർത്തണം. വിജ്ഞാനം നൽകുന്നതും പോസിറ്റീവ് സന്ദേശങ്ങൾ നൽകുന്നതുമായിട്ടുള്ള പരിപാടികൾ കാണാൻ ശ്രമിക്കുക. ഈ ടെലിവിഷനിലൊക്കെ കാണിക്കുന്ന കാര്യങ്ങളെയെല്ലാം വിമർശനാത്മകമായി സമീപിക്കുന്നതും യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ ഇത്തരം പരിപാടികൾ തലച്ചോറിൽ ചെലുത്തുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിനെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ യുക്തിപരമായിട്ടുള്ള ചിന്തകൾ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആസൂത്രണം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതാണ് നിയന്ത്രിക്കുന്നത്. ഉയർന്ന തരത്തിലുള്ള ചിന്താ പ്രക്രിയകൾക്കും സങ്കീർണമായ ജോലികൾ ചെയ്യുന്നതിനുമൊക്കെ ഈ ഭാഗം വളരെ അത്യാവശ്യമുള്ള ഒരു പാർട്ടാണ്. എന്നാൽ ഇതേപോലെയുള്ള ക്രിഞ്ച് റിയാലിറ്റി ഷോകളൊക്കെ കാണുമ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യതകളുണ്ട് എന്ന് പഠനം പറയുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. റിവാർഡ് സിസ്റ്റം, ഓവർ സ്റ്റിമുലേഷൻ, ലാക്ക് ഓഫ് കോൺസെൻട്രേറ്റീവ് ചാലഞ്ച്, എസ്കേപ്പിസം, ലോങ് സ്ക്രീൻ ടൈം തുടങ്ങിയവയൊക്കെ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നുണ്ട്. ഇത്തരം ഷോസ് മൂലം തലച്ചോറിന്റെ അമിഗ്ദല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് അമിതമായിട്ട് ഉത്തേജിപ്പിക്കപ്പെടും. ഭയം, ഉത്കണ്ഠ, ഭീഷണി തുടങ്ങിയ വികാരങ്ങളെയൊക്കെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അമിഗ്ദല എന്ന് മനസ്സിലാക്കുക. ഈ അമിഗ്ദല തുടർച്ചയായിട്ട് ഇങ്ങനെ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കൂടുതൽ ഉത്കണ്ഠയും പെട്ടെന്നുള്ള ദേഷ്യവുമൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറും. സോ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലുമുള്ള റിയാലിറ്റി എത്രത്തോളമാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഷോസൊക്കെ പരമാവധി കാണാതിരിക്കാൻ ശ്രമിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ഒരു പേപ്പറും ഒരു പേനയും എടുക്കുക. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം, ഒരു റിയാലിറ്റി ഷോ ഏതാണെന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കുക. അതെന്തുകൊണ്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ആ പേപ്പറിൽ തന്നെ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതുക. എന്നിട്ട് ഈ ഉത്തരം സ്വയം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ വൈകാരിക മാറ്റങ്ങളിലും എന്തുമാത്രം വ്യത്യാസങ്ങൾ ഈ ഉത്തരങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടർന്നുള്ള ജീവിതത്തിൽ ഇത് സൃഷ്ടിച്ചേക്കുമോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം. ഇല്ല എന്നാണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട പരിപാടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത തവണ ഒരു ക്രിഞ്ച് റിയാലിറ്റി ഷോയുടെ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇതിലൂടെ എന്തെങ്കിലും പുതിയത് കിട്ടുന്നുണ്ടോ, അതോ എൻ്റെ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.